ഒളിമ്പിക്സിലെ അത്ലറ്റിക്സ് ഇനങ്ങളിൽ ഇത്തവണ ഇന്ത്യ മികച്ച നേട്ടം കൈവരിക്കുമെന്ന് ട്രിപ്പിൾ ജംപ് താരം അബ്ദുള്ള അബുബക്കർ. ഇക്കുറി ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വ്യക്തിഗത വിഭാഗത്തിൽ മത്സരിക്കുന്ന ഏക മലയാളിയാണ് അബ്ദുള്ള അബുബക്കർ. മറ്റ് കായിക ഇനങ്ങൾക്ക് ലഭിക്കുന്ന പരിഗണന അത്ലറ്റിക്സിന് കിട്ടുന്നില്ല എന്ന പരാതിയാണ് അബ്ദുള്ള അബുബക്കറിനുള്ളത്. 24 എക്സ്ക്ലൂസീവ്. വരാനിരിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ അതിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ വ്യക്തിഗത ഇനത്തിൽ പങ്കെടുക്കുന്ന ഏക മലയാളി നമ്മോടൊപ്പം ചേരുകയാണ്. എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള അബ്ദുള്ള അബൂബക്കറാണ്. എന്താണ് ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഒളിമ്പിക്സിന്. പരിശീലനം എവിടെ എത്തി? എങ്ങനെയാണ് പ്രതീക്ഷകൾ? ഇനിയൊരു 2 ആഴ്ച ഉണ്ടാവുള്ളൂ. ഞാൻ ഈ നെക്സ്റ്റ് വീക്ക് തന്നെ പോകും പാരീസിലോട്ട്. ഇനിയിപ്പം അവിടെ നിന്നായിരിക്കും എല്ലാ പ്രിപ്പറേഷനും. ഓൾറെഡി ഇപ്പോൾ ഒരു 10-12 വർഷമായി ഞാൻ ഒരു ഒളിമ്പിക്സ് പോകണം എന്നുള്ള ആഗ്രഹം. അത് ഈ ഒരു മാസത്തിൽ എനിക്ക് സാധിച്ചു. എന്ന് വെച്ചാൽ ഇത്രയും കഷ്ടപ്പാടിൻ്റെ അപ്പുറം എന്താ പറയുക, സന്തോഷം എൻ്റെ പിന്നിലിരുന്ന എല്ലാ കോച്ചേഴ്സിനും അതുപോലെ തന്നെ എൻ്റെ ഫാമിലിക്കും എന്താ പറയുക, സന്തോഷം. അവിടെ പോയിട്ട് എൻ്റെ മാക്സിമം ഐ വിൽ ഡു മൈ ബെസ്റ്റ് അവിടെ ചെന്നിട്ട്. ഇപ്പം കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൽ സിൽവർ നേടുന്നു, പിന്നെ അതിന് ശേഷം നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് എടുക്കുന്നു. അങ്ങനെ കഴിഞ്ഞ സമീപകാലത്ത് മികച്ച പ്രകടനം. അത് തന്നെയാണോ ശരിക്കും ഒരു ആത്മവിശ്വാസം നൽകുന്നത്? ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ്. 2022 വേൾഡ് ചാമ്പ്യൻഷിപ്പ്, അതുപോലെ തന്നെ കോമൺവെൽത്ത് സിൽവർ വന്നു. അതിനുശേഷം 23 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഗോൾഡ് വന്നു. അതിനുശേഷം വേൾഡ് ചാമ്പ്യൻഷിപ്പ് പങ്കെടുത്തു, ഏഷ്യൻ ഗെയിംസ് പങ്കെടുത്തു. അതൊക്കെ എനിക്കൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ ഈ ഒളിമ്പിക്സ് പോകുന്നതിന് മുമ്പ് എനിക്കൊരു ബിഗ് സ്റ്റേജ് മത്സരിച്ച ഒരു എക്സ്പീരിയൻസിൻ്റെ അതൊരു വലിയ എനിക്കൊരു തുണയാണ്. ഏറെക്കാലത്ത് ഹാർഡായ പരിശീലനം, ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ആ പരിശീലനം ഗുണം ചെയ്യും. തീർച്ചയായും നമ്മൾ പരിശീലനം ആണ് നമുക്ക് എവിടെ എത്താൻ പറ്റുള്ളൂ. ഞാൻ ശരിക്കും ഈ ഒരു അവസരത്തിന് വേണ്ടി ഒരു 10-12 വർഷം എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഞാനും ചെയ്തു. ഭാഗ്യം കൊണ്ട് ഈ ഒരു അച്ചീവ്മെൻറ്റ് ചെയ്യാനുള്ളൊരു എന്താ പറയുക, ട്രിപ്പിൾ ജമ്പിൽ ഈ ഒരു പെർഫോമൻസ് ചെയ്യാനും ക്വാളിഫൈ ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. എല്ലാ സ്പോർട്സിനെയും ക്രിക്കറ്റും ഫുട്ബോളിനെ പോലെ എല്ലാ ഗെയിമിനെയും സപ്പോർട്ട് ചെയ്യണം. അത് ക്രിക്കറ്റ് ഫുട്ബോൾ മാത്രമല്ല, അത്ലറ്റിക്സ് ഉണ്ട്, വോളിബോൾ ഉണ്ട്, അതുപോലെ തന്നെ ബാസ്കറ്റ്, എല്ലാ സ്പോർട്സിനെയും സപ്പോർട്ട് ചെയ്യണം. ഈ ട്രിപ്പിൾ ജമ്പ് എന്ന് പറയുമ്പോൾ അതിൽ ചില ആധിപത്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ജമൈക്ക, ക്യൂബ, മുമ്പാണെങ്കിൽ അമേരിക്ക. അപ്പോൾ അത്തരം അവരുടെ ആ രാജ്യങ്ങളിലുള്ള താരങ്ങളുടെ വെല്ലുവിളി അതെങ്ങനെ മറികടക്കും എന്നതാണ്. ഈ ക്യൂബൻസ് അതുപോലെ തന്നെ അമേരിക്കൻസ് മുമ്പേ അവരുടേതാണ് ഈ ട്രിപ്പിൾ ജമ്പ് എന്ന് പറഞ്ഞാൽ. ആഫ്രിക്കൻ കൺട്രീസാണ് അവർ ആധിപത്യം മുമ്പേ ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുക. അപ്പം നോക്ക്, നീരജ് ചോപ്ര കഴിഞ്ഞ ടോക്കിയോയിൽ ഗോൾഡ് കൊണ്ടുവന്നു, ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്താണ്. അപ്പം നമ്മൾ അതേപോലെ തന്നെ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയപ്പെടുള്ളൂ. അതുപോലെ ഈ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ പ്രതീക്ഷകൾ ഇപ്പം പറഞ്ഞ പോലെ നമുക്ക് പലപ്പോഴും പല നിരാശയാണ് ഉണ്ടാകാറ്. ഈ തവണ എന്താണ് പ്രതീക്ഷ? ഒരു മുഴുവൻ സ്ക്വാഡ്, ട്രിപ്പിൾ ജമ്പ് മാത്രമല്ല മുഴുവൻ സ്ക്വാഡിൻ്റെ ഒരു പ്രതീക്ഷ എന്താണ്? എനിക്ക് തോന്നുന്നു ഇത്രയും വർഷമായിട്ട് അത്ലറ്റിക്സ് മൊത്തം ടീം ഈവൻ്റ് എനിക്ക് തോന്നുന്നു ഈ വർഷം 28 പേര് പോകുന്നുണ്ട്. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും 28 പേര് ഒന്നിച്ചിട്ട് പോകുന്നത്. മെഡലിനെ ഞാൻ പറയുന്നില്ല, എല്ലാവരും നന്നായി പെർഫോമൻസ് ചെയ്യും, ആ ഒരു വിശ്വാസമുണ്ട്. അതെ, നല്ലൊരു സ്ക്വാഡുണ്ട്, ഈ ഒരു നല്ലൊരു ടീമുണ്ട്. മുമ്പ് ഒരു ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഒക്കെ പോകുന്നതിൻ്റെ പോലെ അതേപോലെ ഒളിമ്പിക്സിന് അങ്ങനെ ഒരു സ്ക്വാഡ് പോകുന്നു എന്നുള്ളൊരു സന്തോഷം ഉണ്ട് നമുക്ക്. അതൊരു വലിയൊരു ഇതാണ്. ഭാവിയിൽ ഒരു 50 പേര് 60 പേര് പോകാന്നുള്ള അത്ലറ്റിക്സിന് തന്നെ ടോട്ടൽ എല്ലാ ഈവൻറ്റിനും പോകാമെന്ന് ഒരു ഇതുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 20 മെഡലൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഈവൻ്റായി മാറുന്നു തോന്നുന്നു ഭാവിയിൽ. എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ്. എന്തായാലും ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ്. കോമൺവെൽത്ത് ഗെയിംസിലും അതോടൊപ്പം അതിനുശേഷം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ആ പ്രകടനം തുടരാനാകും എന്നതാണ് അബ്ദുള്ള അബൂബക്കർ ആ പ്രതീക്ഷ പങ്കുവെക്കുന്നത്. ബംഗളൂരുവിൽ നിന്ന് ഷജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24.